നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. പരിശുദ്ധമായ എന്തോ പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ബേത്ലഹേം ഒഫർത്തയിൽ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും ഒരേപോലെ സന്നിവേശിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ പിറന്നാൾ. ദൈവം നമ്മോടുകൂടെ. ഏതൊരു മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൽ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും അവസാനത്തോളം കൂടെ നിൽക്കുമെന്ന് കരുതുന്നവരും കാഴ്ചക്കാരായി മാറുമ്പോൾ ഏതൊരു മനുഷ്യനും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അതെ, ബേത്ലഹേം ഒഫർത്തയിലെ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും കൂടെയുണ്ട് എന്ന ഉറപ്പ് തരുന്ന സുദിനമാണ്. ഈ നോമ്പിലൂടെ നാം വീണ്ടെടുക്കേണ്ടതും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ്. ആഘോഷങ്ങളിൽ, ആരവങ്ങളിൽ, ആകാശവിസ്മയ കാഴ്ചകളിൽ പുളകം കൊള്ളുന്ന ആധുനികതയോട് മറന്നു പോകരുത്. ഈ പെരുന്നാളിൽ വീണ്ടെടുക്കേണ്ടത് ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പാണ്. ക്രിസ്മസ് ഈസ് നോട്ട് ഓൺലി എ സെലിബ്രേഷൻ ബട്ട് ആൾസോ സൊല്യൂഷൻ. ക്രിസ്മസ് ഒരു ആഘോഷം മാത്രമല്ല, അതൊരു പരിഹാരമാണ്. ജീവിതത്തിൻ്റെ അവസാനത്തോളം ദൈവം കൂടെയുണ്ട് എന്ന ഒരു വലിയ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, അതിന് സാധ്യമാകട്ടെ. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.